ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവിഷയത്തിൽ സമ്പന്നനാകാൻ, ദൈവത്തോടു കൂടെ നടക്കുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ ഇന്ന് പകൽ നിങ്ങൾ കൊതിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾക്ക് തൃപ്തി വരും. ആത്മാവിൻ്റെ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കർത്താവിൻ്റെ വചനം പറയുന്നു, അവൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്നവനാണ്. നിങ്ങൾ ആരുടെ മുൻപിലാണ് ദാഹിക്കുന്നത്? ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്നാണ് വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ലജ്ജിച്ചു പോകുകയില്ല. ദൈവവിഷയ സംബന്ധമായി നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ ദൈവം മറന്നിട്ടില്ല. ദൈവം നിങ്ങൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു, ഇപ്പോൾ വിശക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും. വീണ്ടും ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇപ്പോൾ കരയുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. യേശു കർത്താവ് ക്രൂശിൽ വെച്ച് തന്നെ നോക്കി കരയുന്ന സഹോദരിമാരോട് പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയുവിൻ. ഇന്ന് പകൽക്കാലം നിങ്ങൾ കരയുകയാണോ? വചനം പറയുന്നു, നിങ്ങൾ ചിരിക്കും. തിരുവെഴുത്തിൽ നാം കാണുന്ന ഹന്ന എന്ന സഹോദരി, അവൾ തലമുറയുടെ വിഷയത്തിന് വേണ്ടി വളരെ കരഞ്ഞവളാണ്. എക്കാലവും കരയുന്നില്ല. അവൾ സന്തോഷത്തോടെ, ആനന്ദത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ദിവസവും നാം തിരുവെഴുത്തിൽ കാണുന്നു. പ്രിയപ്പെട്ടവരെ, എക്കാലവും കണ്ണുനീരല്ല. ഇന്ന് പകൽ നാം ദൈവസന്നിധിയിൽ കരയുന്നുവെങ്കിൽ ദൈവം നമുക്ക് ഒരു ദിവസം ആനന്ദിക്കേണ്ടതിന്, നൃത്തത്തോടെ ദൈവത്തെ സ്തുതിക്കേണ്ടതിന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കരയുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. പ്രിയപ്പെട്ടവരെ, നാം ആയിരിക്കുന്ന ഈ തലമുറ വക്രതയും കോട്ടവുമുള്ള തലമുറയാണ്. പിശാചിൻ്റെ സ്വാധീനം വളരെ ശക്തമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ തലമുറകൾ ഈ കാലഘട്ടത്തിൽ വളർന്നു വരുമ്പോൾ നാം അവർക്ക് വേണ്ടി ഇന്ന് പകൽ കരയുന്നുവെങ്കിൽ അവർ ദൈവവിഷയത്തിൽ സമ്പന്നരാകുന്ന കാഴ്ച കണ്ട് നാം ചിരിക്കും, നാം ദൈവത്തെ സ്തുതിക്കും. ദൈവത്തിൻ്റെ വചനം വീണ്ടും പറയുന്നു, ഇപ്പോൾ തൃപ്തന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്കറിയും. ഇന്ന് പകൽക്കാലം ഞാൻ തൃപ്തരാണ് എന്ന നിലവാരത്തിൽ നിൽക്കുകയാണെങ്കിൽ യേശു പറയുന്നു, നാം പ്രാർത്ഥിക്കേണ്ട സമയത്ത്, നാം കരയേണ്ട സമയത്ത്, ദാഹിക്കേണ്ട സമയത്ത് നാം അതൊന്നും ചെയ്യാതെ തൃപ്തന്മാരായി, ചിരിക്കുന്നവരായി, തലമുറകളെക്കുറിച്ച് വിചാരമില്ലാത്തവരായി, ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തയില്ലാത്തവരായി, ഈ ലോകത്തിലെ ചിന്തകളാലും ഈ ലോകത്തിലെ മോഹങ്ങളാലും കെട്ടപ്പെട്ടവരായി നാം തൃപ്തിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ വചനം പറയുന്നു, നമുക്ക് വിശക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ മാത്രമേ ജീവനുള്ളൂ. ദൈവത്തിൻ്റെ സന്നിധിയിൽ മാത്രമേ സന്തോഷമുള്ളൂ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് കൊതിക്കാം. വചനം ഉറപ്പ് തരികയാണ്, നിങ്ങൾക്ക് തൃപ്തി വരും. ദൈവസന്നിധിയിൽ നമുക്ക് കരയാം. വചനം ഉറപ്പ് തരികയാണ്, നിങ്ങൾ ചിരിക്കും. ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.